മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. കുറച്ചു മുമ്പ് ഷാനവാസ് നിവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ആരോപണത്തിൽ യാതൊരുവിധ തഴമ്പുമില്ല, താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നിവിൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എങ്കിലും നിവിൻ ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പൊട്ടി കരയുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് റൂമിലിരുന്ന് കരയുന്നു. അതിനുശേഷം ബിഗ് ബോസിനോട് പോയി പറയുന്നു, എന്നെ ഒന്ന് കൺഫെക്ഷൻ റൂം വരെ ഒന്ന് വിളിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുന്നു. ബെസ്റ്റ് ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അവസാനം എന്തായാലും നെവിൻ്റെ സങ്കടം കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നെവിൻ ബിഗ് ബോസിനോട് പറയുന്നത്, ഇങ്ങനൊരു അലിഗേഷൻ തനിക്കെതിരെ നടന്നാൽ തനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഫ്യൂച്ചറുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്, അവളുടെ ലൈഫിനെയും ഇത് ബാധിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെയാണ് നമ്മുടെ നെവിൻ പറയുന്നത്. നെവിൻ ബിഗ് ബോസിൽ വന്നത് തന്നെ തൻ്റെ കരിയർ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോകാനാണ്, കുറച്ച് ഫെയിമിന് വേണ്ടിയാണ്. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷവും തനിക്കൊരു ലൈഫുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഫുൾ താൻ ഡൗൺ ആയിരുന്നു. കാരണം പ്രവീൺ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു ഹിൻഡ് കൊടുത്തിരുന്നു. പ്രവീണും ആദിലയും തമ്മിൽ കുറച്ചു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദില പ്രവീണിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രവീണ് നെവീനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പ്രവീൺ ഒരു ഹിൻഡ് കൊടുത്തിരുന്നു, ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പ്രവീൺ നെവീനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ച നെവീൻ വളരെയധികം വീക്കായിരുന്നു എന്നാണ് നെവീൻ പറയുന്നത്. പിന്നെ അനിയത്തി, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫ്യൂച്ചർ എല്ലാം ഓർത്ത് നെവീന് നല്ല സങ്കടമുണ്ട്. നെവീൻ അതെല്ലാം നമ്മുടെ ബിഗ് ബോസിനോട് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, അങ്ങനെ പലരും തളർത്താൻ നോക്കും, അതിനൊന്നും നിന്ന് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നെവീനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. എന്തായാലും ഈ ഒരു അലിഗേഷൻ നെവീനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നെവിൻ മെൻ്റലി ഡൗൺ ആയിരിക്കുകയാണ്. എന്തായാലും ഇത് ഓവർകം ചെയ്ത് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.